page number 78, rural-urban relationship. Listen, rural and urban areas are dependent on each other. The villages supply food grains, fruits, vegetables, agricultural raw materials, and casual laborers to the towns. The towns supply industrial goods, social and utility services, and employment opportunities to the villages. Sometimes villages adjust their cropping patterns to meet the needs of city dwellers. This gives strength to existence of rural and urban settlements. Rural and urban areas, rural and urban areas are dependent on each other. They are interrelated. They are dependent one another. The villages supply food grains, fruits, vegetables, agricultural raw materials, etc. But you know, villages. The villages supply. Villageകളിലാണ് എന്ത് സപ്ലൈ ചെയ്യുക? വില്ലേജ് ആണ് എന്ത് സപ്ലൈ ചെയ്യുക? ഫുഡ് ഗ്രെയിൻസും വെജിറ്റബിൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ വില്ലേജസ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് റൂറൽ ആൻഡ് അർബൻ ഏരിയാസ് ആർ ഡിപ്പെൻഡന്റ്, പരസ്പരം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് അതിൽ ട്രാൻസ്പോർട്ട്. ഇപ്പൊ നമ്മൾ റൂറലും അർബനും തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. എന്താണ് റൂറൽ സെറ്റിൽമെന്റ്, എന്താണ് അർബൻ സെറ്റിൽമെന്റ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അർബൻ ആൻഡ് റൂറൽ സെറ്റിൽമെന്റ്. ഇപ്പൊ റൂറൽ ആൻഡ് അർബൻ ഏരിയസ് ആർ ഡിപ്പെൻഡന്റ് ആൻഡ് വില്ലേജസ് സപ്ലൈ ഫുഡ് ഗ്രെയിൻസ്, vegetables, fruits, raw materials, etc. Then sometimes villages adjust their cropping patterns to meet the needs of city dwellers. അതായത് ചില സമയത്ത് sometimes villages adjust ആവും. എന്തിനെ? adjust their cropping patterns to meet the needs of city dwellers. നമുക്കറിയാം ഇങ്ങനെയുള്ള ഈ അർബനും റൂറലും തമ്മിൽ കണക്ഷൻ വേണമെങ്കിൽ മസ്റ്റ് ആയിട്ട് അവിടെ എന്ത് വേണം? ട്രാൻസ്പോർട്ട് സിസ്റ്റം വേണം, വേണ്ടേ? അല്ലേ? നമുക്ക് ഈ സാധനങ്ങൾ വിൽക്കുകയോ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കോ അല്ലെങ്കിൽ ഒരാളുമായി മറ്റൊരാൾ കണക്ഷൻ, ഒരു റൂറൽ ഏരിയാസിലെ ആള് അർബൻ ഏരിയാസിലെ ആളുമായി കണക്ഷൻ വേണമെങ്കിൽ അവിടെ മസ്റ്റ് ആയി ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരിക്കണം, അല്ലെ? ട്രാൻസ്പോർട്ട് സിസ്റ്റം വന്നതോടുകൂടിയാണ് ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സും അല്ലെങ്കിൽ ലോകത്തിലെ പല കൺട്രീസും തമ്മിൽ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? ഹിസ്റ്ററിയിൽ ഏതോ ഒരു ലെസൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൂടുതൽ ഇന്ത്യയെ മറ്റുള്ള രാജ്യങ്ങളുമായി കൂടുതൽ വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെടാൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൽ ട്രേഡിങ്ങില് കൂടുതൽ റിലേഷൻ ഉണ്ടാവാൻ കാരണം ട്രാൻസ്പോർട്ട് സിസ്റ്റം വന്നതോടുകൂടിയാണ്, അല്ലെ? അതിലെന്താണ് ട്രാൻസ്പോർട്ട് സിസ്റ്റം നോക്ക്. അത് ചുരുക്കി പറയാം, ഇത് അതുപോലെ തന്നെ വായിക്കുന്നൊന്നുമില്ല. ട്രാൻസ്പോർട്ട് സിസ്റ്റം ഞാൻ വായിച്ചു തരുന്നൊന്നുമില്ല. ട്രാൻസ്പോർട്ട് സിസ്റ്റം എത്ര തരത്തിലുണ്ട്? ട്രാൻസ്പോർട്ട് സിസ്റ്റം, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, റോഡ്വേസ്, റെയിൽവേസ്, വാട്ടർവേസ് ആൻഡ് എയർവേസ്. മനസ്സിലായോ? Transport network of different means of transport is developed to facilitate the movement of people and goods. ഇപ്പം ജനങ്ങൾക്ക്, ഒരാൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്ത് എത്തിക്കാൻ അല്ലെങ്കിൽ ഒരു സാധനം മറ്റൊരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് സിസ്റ്റം യൂസ് ചെയ്യുക. മനസ്സിലായില്ലേ? ഇപ്പൊ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ദ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 4. Clear? There are 4 means of transport. First one, roadways. Second one, waterways. Third one, railways. Last one, airways. There are 4 means of transport system in India. Means of transport in India. അപ്പം 4 തരത്തിലുള്ള ട്രാൻസ്പോർട്ട് ആണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തുള്ളത്. ഒന്ന് വാട്ടർവേസ്, എയർവേസ്, റെയിൽവേസ്, roadways, railways, airways and waterways. These are the 4 means of transport. അതിൽ ഫസ്റ്റ് വൺ ആണ് റോഡ്വേസ്. നമുക്കറിയാം റോഡ്വേസിലെ പോകുന്നത്. റോഡ്വേസ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിൾ ആണ് ഏത്? ബസ്, കാറ്, ജീപ്പ്, ലോറി, അല്ലെ? ട്രക്ക് എക്സെട്ര ആർ ദ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. വിച്ച് മീൻസ് ഓഫ് റോഡ്വേസ്, അല്ലെ? അല്ലേ ആൻമരിയ? ഫെയ്ത്തെ അല്ലേ? യെസ്. ഇപ്പൊ 4 തരത്തിലുള്ള ട്രാൻസ്പോർട്ട് പറഞ്ഞു. ഒന്ന് റോഡ്വേസ്, റെയിൽവേസ്, എയർവേസ് ആൻഡ് വാട്ടർവേസ്. അതിൽ റോഡ്വേസിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെ? ലോറി, കാറ്, ബസ്, ജീപ്പ്, ടെമ്പോ, ബേക്കോപ്പൺ, ഓട്ടോ എക്സെട്ര ആർ റോഡ്വേസ്. ഇനി അതിൽ 2 തരത്തിലുള്ള റോഡ്സ് ഉണ്ട്. മനസ്സിലായോ?
രണ്ട് തരത്തിലുള്ള റോഡ്സ് ഉണ്ട്. വിച്ച് ആർ ദ ടു ടൈപ്സ് ഓഫ് റോഡ്സ്? മെറ്റൽഡ് റോഡ്സ് ആൻഡ് അൺമെറ്റൽഡ് റോഡ്സ്. മനസ്സിലായോ? റോഡിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് മെറ്റൽഡ് എന്നും മറ്റേതിനെ അൺമെറ്റൽഡ് എന്നും തരംതിരിച്ചിരിക്കുന്നു. എന്താണ് മെറ്റൽഡ്, എന്താണ് അൺമെറ്റൽഡ്? എന്താ മെറ്റൽഡ് എന്ന് പറഞ്ഞാല്? മെറ്റൽഡ് എന്ന് പറഞ്ഞാല് റോഡ്സ് മെയ്ഡ് വിത്ത് സാൻഡ്, സിമെന്റ്, സ്റ്റോൺ എക്സെട്ര ഓർ ടാർ. ഇതൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയ റോഡിനാണ് നമ്മൾ എന്ത് പറയാ? മെറ്റൽഡ് എന്ന് പറയാം. അതായത് നമ്മൾ മലയാളത്തിൽ പറയും ടാർ ചെയ്ത റോഡ്. മനസ്സിലായോ? ഇപ്പൊ രണ്ട് തരത്തിലുള്ള റോഡ്സ് ആണ് റോഡ് വേസിലുള്ളത്. ഒന്ന് മെറ്റൽഡ്, മറ്റേത് അൺമെറ്റൽഡ്. മെറ്റൽഡ് എന്ന് പറഞ്ഞാല് റോഡ്സ് വിച്ച് വാസ് മെയ്ഡ് വിത്ത് സിമെന്റ്, സാൻഡ്, ദെൻ ടാർ എക്സെട്ര. ടാറും സിമെന്റും അതുപോലെ ടാറ്, സിമെന്റ്, കല്ല് ഇതൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ റോഡിനെയാണ് നമ്മൾ മെറ്റൽഡ് എന്ന് പറയാം. അൺമെറ്റൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ ടാറ് ചെയ്യാത്ത റോഡ്. ക്ലിയർ? ഇപ്പൊ രണ്ട് തരത്തിലുള്ള റോഡ് പഠിച്ചില്ലേ? മെറ്റൽഡ് ആൻഡ് അൺമെറ്റൽഡ്. ഇനി അതിൽ പിന്നെ ഒന്ന് പറഞ്ഞ ഹൈവേ. നമുക്കറിയാം ഹൈവേ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈവേ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈവേസ് കേട്ടിട്ടില്ലേ? യെസ്. ഈസ്റ്റേൺ USA ആൻഡ് വെസ്റ്റേൺ യൂറോപ്പ് ഹാവ് ദ densest and best quality roads in the world. European Russia has a denser road network than Asiatic Russia. In Africa, the Trans-East African Highway between Cairo and Cape Town is under construction. The major road link in Australia is the Transcontinental Swart Highway. നമ്മൾ പറഞ്ഞ ഹൈവേ എന്ന് പറഞ്ഞാല് രണ്ട് മെയിൻ റോഡിനെ തമ്മിൽ കണക്ട് ചെയ്യാനായിരിക്കും അല്ലെ? നമുക്കറിയാം നമ്മുടെ ഇങ്ങോട്ടൊക്കെ ഹൈവേ ഉണ്ടോ? ഇല്ല. ഹൈവേ നല്ല മെയിൻ റോഡിലാണ് എന്തുണ്ടാവുക? ഹൈവേ. അതായത് മെറ്റൽ റോഡിൽ മാത്രമേ ഹൈവേ ഉണ്ടാവുള്ളൂ. അതായത് കൺട്രീസിനെ അല്ലെങ്കിൽ സ്റ്റേറ്റിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. USA ആൻഡ് വെസ്റ്റേൺ യൂറോപ്പ് ഹാവ് ഡെൻസസ്റ്റ് ആൻഡ് ബെസ്റ്റ് ക്വാളിറ്റി റോഡ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി റോഡാണ് ഏതൊക്കെ? ഈസ്റ്റേൺ USAയും വെസ്റ്റേൺ യൂറോപ്പും. ഈസ്റ്റേൺ യൂറോപ്പിലും വെസ്റ്റേൺ യൂറോപ്പിലുമാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി റോഡ്സ് ഇന്ത്യയിലെ ലോകത്തിലെ കാണാൻ പറ്റുക. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും ഡെൻസസ്റ്റ് ആൻഡ് ക്വാളിറ്റി റോഡ്സ് വിച്ച് ആർ ദേ? ഈസ്റ്റേൺ USA ആൻഡ് വെസ്റ്റേൺ യൂറോപ്പ്. ക്ലിയർ? ഇനി എന്താണ് നാഷണൽ ഹൈവേ? നോക്ക്. ദ ഡെൻസിറ്റി ഓഫ് റോഡ്സ് with a network in India of one of the lowest in the world. The national highway system has been developed to link the state capitals, port towns, industrial towns and other important cities. അതായത് നമുക്കറിയാം നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാല് ലോകത്തിലെ പല റോഡ് ഡെൻസിറ്റി ഓഫ് റോഡ്സ് ആണ്. അതായത് നാഷണൽ ഹൈവേ സിസ്റ്റം ഹാസ് ഡെവലപ്ഡ് ടു ലിങ്ക് ദ സ്റ്റേറ്റ് ക്യാപിറ്റൽസ്. തലസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പോർട്ട് ടൗൺസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്, അതുപോലെ ഇൻഡസ്ട്രിയൽ ടൗൺസ്, ഇതിനെയൊക്കെ കണക്ട് ചെയ്യുന്ന റോഡിനെ നമ്മൾ എന്ത് പറയാ? ഹൈവേ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ there are four means of transport: roadways, waterways, airways and railways. Roadways, car, bus, jeep, auto, lorry, tempo, etc. are the means roadways. Then second one is, നമ്മൾ അതിൽ പറഞ്ഞു roads can be divided into two, metalled and unmetalled. അല്ലെ? മെറ്റൽ റോഡ്സ് which was made with cement, stone, tar, etc. പിന്നെ നമ്മൾ പറഞ്ഞ നാഷണൽ ഹൈവേ. നാഷണൽ ഹൈവേ കണക്ട് വിത്ത് പോർട്ട് ടൗൺസ്, സ്റ്റേറ്റ് ക്യാപിറ്റൽ, ഇൻഡസ്ട്രിയൽ ടൗൺസ് എക്സെട്ര. ക്ലിയർ? പിന്നെ നമ്മൾ പറഞ്ഞ എക്സ്പ്രസ് വേസ്. എക്സ്പ്രസ് വേസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പ്രസ് വേസ് എന്ന് പറഞ്ഞാല് ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് ഇൻ അവർ കൺട്രി ഈസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എക്സ്പ്രസ് വേസ്. അതായത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഡെവലപ്മെന്റ് ആണ് ഇത് എക്സ്പ്രസ് വേസ്. പെട്ടെന്ന് പോകാൻ പറ്റുന്നത്. അപ്പൊ എന്താണ് റോഡ് വേസ് എന്ന് മനസ്സിലായില്ലേ? അടുത്തത് റെയിൽവേസ്. റെയിൽവേസ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താ റെയിൽവേസ്? അതായത് ഇപ്പം ബസ്സിലാവുമ്പോൾ നമുക്കറിയാം 10, 50 അല്ലെങ്കിൽ അത്ര ആൾക്കാരെ, 100 ആൾക്കാരെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ. മാക്സിമം 100 കൂട്ടിക്കും. പക്ഷെ റെയിൽവേയിലാവുമ്പോ എന്താ? ഒരുപാട് ആൾക്കാരെ, ഇഷ്ടംപോലെ ആൾക്കാരെ അല്ലെങ്കിൽ ഇഷ്ടംപോലെ സാധനം നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്തിക്കാൻ പറ്റും. മാത്രല്ല അത് ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്.
മനസ്സിലായോ? ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്. ക്ലിയർ? ഇപ്പൊ നോക്ക്, രണ്ടാമത്തത് റെയിൽവേസ്. റെയിൽവേസ് ആർ ക്വിക്ക് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഓവർ ലോങ് ഡിസ്റ്റൻസ് അറ്റ് എ കമ്പാരിറ്റീവ്ലി ലോവർ കോസ്റ്റ്. നമുക്കറിയാം, ചുരുങ്ങിയ സമയം കൊണ്ട് ചെറിയ തുക എമൗണ്ട് ചെലവാക്കി നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്തിക്കാൻ പറ്റും അല്ലെ? നമുക്കറിയാം, പയ്യന്നൂര് പാടിച്ചാലിന് പയ്യന്നൂരേക്ക് പോകണമെങ്കിൽ 21 രൂപ വേണം. 21 ഇപ്പൊ കൂടിയോന്നറിയില്ല, 21 രൂപ വേണം. പക്ഷെ കൂടി, നിമിഷ മിസ് പറയാണ് കൂടിയെന്നേ. ഇപ്പൊ നോക്ക്, നമുക്ക് പാടിച്ചാലിൽ നിന്ന് പയ്യന്നൂർ എത്തിക്കണമെങ്കിൽ 23 21 23 അങ്ങനെ ആ റേറ്റ് വേണം. പക്ഷെ ട്രെയിനിനാവുമ്പോ 23 രൂപ കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഡിസ്റ്റൻസിൽ എത്താൻ പറ്റും, ഇല്ലേ? അല്ലേ? യെസ്. നമുക്കിപ്പോ സൗകര്യമായി യാത്ര ചെയ്യാനും മാത്രമല്ല, പാടിച്ചാലിൽ നിന്ന് പയ്യന്നൂരേക്ക് എത്തുന്ന ആ ദൂരം ഉണ്ടെങ്കിൽ ട്രെയിനിലാവുമ്പോൾ അതിനേക്കാൾ എത്രയോ മടങ്ങ് നമ്മള് ദൂരം എത്തിച്ചേർന്നിട്ടുണ്ടാവും. ഇപ്പൊ ഏറ്റവും വേഗതയുള്ളതും ഏറ്റവും ചീപ്പസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടുമാണ് ഏത്? ട്രെയിൻ. ക്ലിയർ? ഫാസ്റ്റസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഈസ് റെയിൽവേ സിസ്റ്റം. ക്ലിയർ? അതിൽ പറയാണ്, അതിൽ താഴെ ഒരു 4 പോയിന്റ് ഉണ്ട്, ശ്രദ്ധിക്കണേ. Some important features of the railways are as under. റെയിൽവേസിന്റെ ഫീച്ചേഴ്സ്. ഷോണ ഇപ്പൊ ക്ലിയർ ഉണ്ടോ? അപ്പം ഫീച്ചേഴ്സ് പറഞ്ഞ റെയിൽവേസിന്റെ ഫീച്ചേഴ്സ് ഒന്ന്, ഇറ്റ് ഈസ് ഈസിയർ ആൻഡ് ചീപ്പർ ടു കൺസ്ട്രക്ട് റെയിൽവേസ് ഇൻ ദ പ്ലെയിൻസ് ദാൻ ദ മൗണ്ടെയിൻസ്. സെക്കൻഡ് വൺ, the speed and capacity of the railways has been increased by constructing multiple tracks and the use of diesel and electric locomotives. Then third one, the broader the gauge, the greater is the capacity of the railways to carry load. A dense railway network is an indication of the prosperity of the region. ഇപ്പൊ നോക്ക്, 4 തരത്തിലുള്ള 4 ഫീച്ചേഴ്സ്, റെയിൽവേസിന്റെ 4 ഫീച്ചേഴ്സ് പറഞ്ഞു. നിങ്ങൾക്ക് എളുപ്പമുള്ളതാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഒന്ന്, ഇറ്റ് ഈസ് ഈസിയർ ആൻഡ് ചീപ്പർ, അതായത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും ചീപ്പർ വില കുറഞ്ഞതുമായ, അതായത് എമൗണ്ട് കുറച്ച് തുക മാത്രം മതി എന്തിനെ? റെയിൽവേസ് കൺസ്ട്രക്ട് ചെയ്യാൻ. ചീപ്പർ ടു കൺസ്ട്രക്ട് റെയിൽവേസ് ഇൻ ദ പ്ലെയിൻസ് ദാൻ ഇൻ ദ മൗണ്ടെയിൻസ്. സെക്കൻഡ് വൺ, സ്പീഡ് ആൻഡ് കപ്പാസിറ്റി ഓഫ് ദ റെയിൽവേ ഹാസ് ബീൻ ഇൻക്രീസ്ഡ്. റെയിൽവേസിന്റെ സ്പീഡ് വളരെ കൂടുതലാണ്. ഇതിനെ അപേക്ഷിച്ച് നോക്കിയാൽ ബാക്കിയുള്ള വാഹനങ്ങളെ, ബാക്കിയുള്ള വെഹിക്കിൾസിനെ അപേക്ഷിച്ച് നോക്കിയാല് ട്രെയിനിന് സ്പീഡ് കൂടുതലാണ്. പിന്നെ മൂന്നാമത്തെ, ലോഡ് ഞാൻ പറഞ്ഞു, ബസ്സിലാണെങ്കിൽ നമുക്ക് ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? സാധനങ്ങൾ, വലിയ വലിയ സാധനങ്ങളൊന്നും ബസ്സിൽ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ ട്രെയിനിലാവുമ്പം അറ്റ് എ ടൈം many people are traveling, many people can traveling at a time and load also. Clear? ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാനും അതുപോലെ ഒരുപാട് യാത്രക്കാരെ ഒരുമിച്ച് കൊണ്ടുപോകാനും ഏതിന് പറ്റും? ട്രെയിനിന് പറ്റും. ലാസ്റ്റ് വൺ, dense railway network is an indication of the prosperity of the region. These are the four features of railway. Clear? മനസ്സിലായോ? മനസ്സിലായില്ലേ? ഇനി അടുത്തത് വാട്ടർവേസ്. വാട്ടർവേസ് നമുക്കറിയാം എന്താ? കടലിൽ വെള്ളത്തിലെ പോകുന്നത്, വെള്ളത്തിലെ ഉള്ള ട്രാൻസ്പോർട്ടിനാണ് നമ്മൾ വാട്ടർവേസ് എന്ന് പറയുക. ഇതൊക്കെയാ ഷിപ്പ്, ബോട്ട്, പിന്നെ ഷിപ്പ്, ബോട്ട്, നോക്കാം. Waterways are the cheapest and most widely used means of transport to carry bulky goods over long distance. Waterways comprise land waterways and sea routes. നമുക്കറിയാം, ഗൾഫിൽ നിന്നൊക്കെ വലിയ വലിയ സാധനങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? കാർഗോ വഴി, അതായത് ഷിപ്പ് വഴിയാണ് കൂടുതലും കൊണ്ടുവരിക അല്ലെ? അപ്പൊ വലിയ വലിയ ബൾക്കി സാധനങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, ബൾക്കി ഗുഡ്സിന് കൊണ്ടുവരാൻ യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വാട്ടർവേസ് ആണ് അല്ലെ? ഇപ്പൊ 2 തരത്തിലുള്ള വാട്ടർവേസ് ഉണ്ട്. വാട്ടർവേസ് കംപ്രൈസ് ഇൻലാൻഡ് വാട്ടർവേസ് ആൻഡ് സീ റൂട്ട്സ്. ക്ലിയർ? ഇൻലാൻഡ് വാട്ടർവേസ് ആൻഡ്
sea roots. Sorry, sea roots. So waterways രണ്ട് തരത്തിൽ നമ്മൾ പറഞ്ഞു. Waterways comprise two types: inland waterways and sea roots. What is the difference between land waterways and sea roots? എന്താണ് inland waterways-ഉം sea roots-ഉം തമ്മിലുള്ള വ്യത്യാസം? എന്താ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ പെട്ടെന്ന്. Okay. നോക്ക്, inland waterways, navigable rivers, lakes and canals are used as inland waterways. The development depends upon the depth and width of the waterway and continuity of flow. The land waterways എന്ന് പറഞ്ഞാൽ inland waterways എന്ന് പറഞ്ഞാൽ navigable rivers and lakes, canals are used as inland waterways. So land waterways റിവേഴ്സിലൂടെ, ലേക്സിലൂടെ അല്ലെ കനാൽസിലൂടെ ഉള്ള ആ വാട്ടർവേസിനാണ് നമ്മൾ എന്ത് പറയാ, ഇൻലാൻഡ് വാട്ടർവേസ് എന്ന് പറയാം. സീ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ കടലിലൂടെ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻലാൻഡ് വാട്ടർവേസ് ആൻഡ് സീ റൂട്ട്സ്. ക്ലിയർ? മനസ്സിലായില്ലേ? നാവിഗബിൾ റിവേഴ്സ്, ലേക്സ്, കനാൽസ് ആർ യൂസ്ഡ് ഇൻ ലാൻഡ് വാട്ടർവേസ്. ദെൻ സീ റൂട്ട്സ് എന്ന് പറഞ്ഞാല് കടലിലൂടെ, സീയിലൂടെ ഉള്ളത്. Great lakes between USA and Canada, along with the St. Lawrence River in the world. Large rivers like the Nile, Amazon and Mississippi, Yangtze, Rhine and the Ganga are also important land waterways. So land waterways ne example ഏതൊക്കെയാ? നൈല് നമുക്കറിയാം, വലിയ റിവറാണ്, വലിയൊരു large rivers are Nile, Amazon, Mississippi, Rhine. These are the examples of inland waterways. Please listen me. I repeat once more. Two types of waterways: inland waterways and sea routes. Land waterways means navigable rivers, lakes and canals are used as inland waterways. Then examples: Nile, Amazon, Mississippi, Yangtze, Rhine. These are the examples of inland waterways. Ganga, etc. Clear? Next one, sea routes. Sea routes. Seas and oceans are used to transport goods from one continent to another. The important sea routes are, അതായത് sea routes എന്ന് പറഞ്ഞാൽ എന്തിനാ യൂസ് ചെയ്യാ? Seas and oceans are used to transport goods. അതായത് സാധനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി, ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഗുഡ്സിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി, സാധനങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓഷ്യൻസിനെ അല്ലെങ്കിൽ സീസിനെ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? സീ റൂട്ട്സ് എന്ന് പറയാം. മനസ്സിലായോ? Seas and oceans are used to transport goods from one place to another or one continent to another. ഒരു കോണ്ടിനെന്റിൽ നിന്ന് മറ്റൊരു കോണ്ടിനെന്റിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സീനെ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓഷ്യനെ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? സീ റൂട്ട്സ് എന്ന് പറയാം. ക്ലിയർ? ആദ്യം നമ്മൾ പറഞ്ഞത് ഇൻലാൻഡ് വാട്ടർവേസ്, റിവേഴ്സ്, ലേക്സ് ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് അല്ലെ? പക്ഷെ സീ റൂട്ട്സിൽ വരുന്നത് സീസ് ആൻഡ് ഓഷ്യൻസ് ആണ്. ഇനി ഏതൊക്കെയാ മെയിൻ സീ റൂട്ട്സ് നോക്കാം. ഇമ്പോർട്ടന്റ് സീ റൂട്ട്സ്: ഒന്ന് നോർത്ത് അറ്റ്ലാന്റിക് റൂട്ട്, സെക്കൻഡ് Mediterranean and Indian Ocean, third one Cape. But the North Atlantic route connects Eastern North America and Western Europe. It is the busiest route in the world. ഏറ്റവും തിരക്ക് കൂടിയ സീ റൂട്ട് ആണ് ഇത്, നോർത്ത് അറ്റ്ലാന്റിക് റൂട്ട്.
നോർത്ത് അറ്റ്ലാന്റിക് റൂട്ട് ഈസ് ദ ബിസിയസ്റ്റ് റൂട്ട് ഇൻ ദ വേൾഡ്. ഏറ്റവും തിരക്ക് പിടിച്ച റൂട്ട്. ഇനി ഈ നോർത്ത് അറ്റ്ലാന്റിക് റൂട്ടിനെ എന്തിനെ കണക്ട് ചെയ്യുന്ന നോക്ക്. കണക്ട് ഈസ്റ്റേൺ നോർത്ത് അമേരിക്ക ആൻഡ് വെസ്റ്റേൺ യൂറോപ്പ്. ഈസ്റ്റേൺ നോർത്ത് അമേരിക്കയെയും വെസ്റ്റേൺ യൂറോപ്പിനെയും കണക്ട് ചെയ്യുന്ന സീ റൂട്ടാണ് നോർത്ത് അറ്റ്ലാന്റിക് റൂട്ട്. നോർത്ത് അറ്റ്ലാന്റിക് റൂട്ട് ഈസ് ദ important sea route in the world. These North Atlantic routes connect between Eastern North America and Western Europe. This sea route is the busiest sea route in the world. Second one, Mediterranean and Indian Ocean. രണ്ടാമത്തെ important sea route ആണ് ഇത്, Mediterranean and Indian sea route. This connects the countries of Europe with East Africa, South Asia and the Far East. രണ്ടാമത്തത് മെഡിറ്ററേനിയൻ ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ റൂട്ട്സ് ആണ്. ആ മെഡിറ്ററേനിയൻ ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ റൂട്ട്സ് കണക്ട് ചെയ്യുന്നത് യൂറോപ്പ് വിത്ത് ഈസ്റ്റ് ആഫ്രിക്ക. യൂറോപ്പിനെ കിഴക്കേ ആഫ്രിക്കയുമായി കണക്ട് ചെയ്യുന്നു. അതുപോലെ സൗത്ത് ഏഷ്യയും ബാക്കിയുള്ള ഫാർ ഈസ്റ്റ് അങ്ങ് ദൂരേക്കുള്ള ഈസ്റ്റ് ഭാഗത്തെയും കണക്ട് ചെയ്യുന്നതാണ് ഇത് മെഡിറ്ററേനിയൻ and Indian Ocean route. Third one, Cape route between Western Europe and the Far East. Cape route എന്ന് പറയുന്നത് വെസ്റ്റേൺ യൂറോപ്പ്, പടിഞ്ഞാറേ യൂറോപ്പും പിന്നെ ഫാർ ഈസ്റ്റ്, അതുപോലെ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ്. ഓസ്ട്രേലിയയും ന്യൂസിലാൻഡിനെയും വാസ് ഇമ്പോർട്ടന്റ് ബിഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ സ്യൂസ് കനാൽ. സ്യൂസ് കനാല് നിർമ്മിക്കുന്നതിന് മുൻപേ ഓസ്ട്രേലിയയും ന്യൂസിലാൻഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതായിരുന്നു ഇത് കേപ്പ് റൂട്ട്. മനസ്സിലായോ? ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് സീ റൂട്ട്സ്. പ്ലീസ് റീഡ്. ഒന്ന് വായിച്ചു നോക്കിയ പെട്ടെന്ന്. പെട്ടെന്ന് വായിച്ചോ? വായിച്ചു. അടുത്തത് എയർവേസ്. നമുക്കറിയാം എയർവേസ് എന്ന് പറഞ്ഞത് ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്, പക്ഷെ അത് എക്സ്പെൻസീവ് ആണ്. അല്ലേ? എയർവേസ് നമുക്കറിയാം, വിമാന സർവീസ്, എയറോപ്ലെയിൻ അല്ലെ, അത് എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്, പക്ഷെ ഇറ്റ് ഈസ് ടു എക്സ്പെൻസീവ്, കൂടുതൽ ചാർജ് അല്ലെ. ഇപ്പൊ അതായത് ഞാൻ പറഞ്ഞു 25 രൂപ കൊടുത്താല് അല്ലെങ്കിൽ 50 രൂപ കൊടുത്താൽ കണ്ണൂരെത്തുന്ന നമുക്ക് ട്രെയിനിനാണെങ്കിൽ ചിലപ്പോ 10-15 രൂപ മതി കണ്ണൂരെത്താൻ. പക്ഷെ അത് നേരെ മറിച്ച് ഇതേപോലെ ഏതായാലും പയ്യന്നൂരിൽ നിന്ന് കണ്ണൂരേക്കൊന്നും നമുക്ക് ഫ്ലൈറ്റിന് പോകാൻ പറ്റില്ല. പക്ഷെ ഫ്ലൈറ്റിന്റെ സർവീസ് എന്ന് പറയുന്നത് വളരെ എന്താ പറയാ ഹ്യൂജ് എമൗണ്ട് ആണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ 50-100 അങ്ങനെയൊന്നും അല്ല, 1000-10,000 ആ രീതിയിലാണ് ഇത് റേഞ്ച് വരെ ഇതിൻ്റെത് നമ്മുടെ ഫ്ലൈറ്റിന്റെ ചാർജ് വളരെ എക്സ്പെൻസീവ് ആണ് അല്ലെ. ചാർജ് ഓഫ് എയർവേസ് ഇസ് വെരി എക്സ്പെൻസീവ് ആൻഡ് ഇറ്റ് ഈസ് ടു ഫാസ്റ്റസ്റ്റ്. പെട്ടെന്ന് എത്തും, പക്ഷെ എന്താ ചാർജ് കൂടുതലാണ്. ക്ലിയർ? ഇനി ഇവിടെ വേറൊന്നുണ്ട്, 2 types ഓഫ് എയർ സർവീസസ് ഉണ്ട്. എയർ സർവീസ് നമ്മൾ പറഞ്ഞു ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്, ഇറ്റ് ഈസ് ടു എക്സ്പെൻസീവ്. Then there are 2 types ഓഫ് എയർ സർവീസസ്. 2 തരത്തിലുള്ള എയർ സർവീസ് ഉണ്ട്. ഏതൊക്കെയാ?
രണ്ട് തരത്തിലുള്ള എയർ സർവീസ് ഏതൊക്കെയാ? ഒന്ന് ഡൊമസ്റ്റിക്, രണ്ട് ഇന്റർനാഷണൽ. ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ആർ ദ ടു ടൈപ്സ് ഓഫ് എയർ സർവീസ്. രണ്ട് തരത്തിലുള്ള എയർ സർവീസ് ആണ്. ഒന്ന് ഡൊമസ്റ്റിക്, മറ്റൊന്ന് ഇന്റർനാഷണൽ. മനസ്സിലായോ? എന്താ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാല്? എന്താ ഡൊമസ്റ്റിക് പറഞ്ഞാല്? എന്താണ് ഇന്റർനാഷണൽ? അതായത് ഡൊമസ്റ്റിക് പറഞ്ഞാൽ എന്താ? രാജ്യത്തിനകത്ത് അല്ലേ? ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാലോ എന്താ? ഡൊമസ്റ്റിക്. അത് ഒരു കാര്യം ചെയ്യാം, അത് നിങ്ങളുടെ ഹോംവർക്ക്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡൊമസ്റ്റിക് ആൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇന്റർനാഷണൽ? ഒരു വീടും കൂടി ഇല്ലേ? അപ്പൊ തന്നെ കണ്ടുപിടിക്കാട്ടോ. ടു ടൈപ്സ് ഓഫ് എയർ സർവീസസ്, which are they? Domestic and international. What is the difference between domestic and international? കണ്ടുപിടിച്ചു. അടുത്തതിലെ ലാസ്റ്റ് പാരഗ്രാഫ് നോക്ക്. The main international airports in the world are Delhi, Mumbai, Tokyo, Shanghai, Hong Kong, Singapore, Dubai, London, Paris, Rome, Frankfurt, Cairo, New York, Chicago, San Francisco, Rio de Janeiro, Sydney, and Melbourne. Locate them on the world map. അപ്പം ഇമ്പോർട്ടന്റ് ഇന്റർനാഷണൽ എയർപോർട്സ് ഏതൊക്കെ? ഇന്റർനാഷണൽ എയർപോർട്സ്, പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ എയർപോർട്സ് ആണ്. ഒന്ന് ഡൽഹി, മുംബൈ, ടോക്കിയോ, ഷാങ്ഹൈ, ഹോങ്കോങ്, സിംഗപ്പൂർ, ദുബായ്, ലണ്ടൻ, പാരീസ്, റോം, ഫ്രാങ്ക്ഫർട്ട്, കെയ്റോ, ന്യൂയോർക്ക്, ചിക്കാഗോ, സാൻ ഫ്രാൻസിസ്കോ, ദെൻ റിയോ ഡി ജനീറോ, സിഡ്നി ആൻഡ് മെൽബൺ. ഇതാണ് ഇമ്പോർട്ടന്റ് എയർപോർട്സ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്താ നിങ്ങൾക്ക് ഒക്കെ അറിയുന്നതാണ്. എന്താ കമ്മ്യൂണിക്കേഷൻ? എന്താ കമ്മ്യൂണിക്കേഷൻ? ഒരാളെ നമുക്ക് മറ്റൊരാളുമായി മെസ്സേജ് കൈമാറാൻ അല്ലെ, നമ്മുടെ ആശയങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. 3-ാം ക്ലാസ്സിലാണോ 4-ാം ക്ലാസ്സിലാണോ പഠിച്ചതാണ്? ഇപ്പൊ 3-ലാണെന്ന് തോന്നുന്നു. 3-ലൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. എന്താ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല് മെസ്സേജ് കൈമാറുക അല്ലെ. we can send messages, we can send our information, ideas, etc. are known as communication. നമ്മുടെ ആശയങ്ങള്, നമ്മുടെ മെസ്സേജ്, നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറാൻ ഉപയോഗിക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ക്ലിയർ? എന്തൊക്കെ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്? റേഡിയോ, TV, ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺ അല്ലേ? ഇതൊക്കെ എന്താണ്? കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണ്. അതിൽ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല്? ഒരേ സമയം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. ഒരേ സമയം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. അതായത് നമുക്കറിയാം റേഡിയോ എന്ന് പറയുന്ന ആ ഒരു സംഭവം, അതിലെ വാർത്ത വന്നാൽ എന്താ? ആൻമരിക്ക് മാത്രം കേൾക്കാനായിട്ട് റേഡിയോയിൽ വാർത്ത വായിക്കുവോ? ഇല്ല. എനിക്ക് മാത്രം കേൾക്കാൻ വേണ്ടി റേഡിയോയിൽ വാർത്ത ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ റേഡിയോയിൽ വാർത്ത ടെലികാസ്റ്റ് ചെയ്താല് എല്ലാവർക്കും ഒരുമിച്ച് ഒരുപാട് ആൾക്കാർക്ക് അറ്റ് എ ടൈമില് കുറെ ആൾക്കാർക്ക് കേൾക്കാൻ പറ്റും അല്ലെ? അതുപോലെ ന്യൂസ് പേപ്പറിന്റെ പ്രത്യേകത എന്താ? എനിക്ക് മാത്രം വായിക്കാനായി ന്യൂസ് പേപ്പർ ഉണ്ടോ? ഇല്ല. അപ്പൊ ന്യൂസ് പേപ്പർ ഉണ്ടാകുമ്പോ ന്യൂസ് പേപ്പറിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് അറ്റ് എ ടൈമില് ഒരുപാട് ആൾക്കാരിൽ ന്യൂസ് എത്തിക്കാൻ പറ്റും ഇല്ലേ? മാഗസിൻ, TV, etc. are like these, isn't it? But that is known as mass communication. Have you understood the difference between mass communication and communication? Communication means communication is a process. Communication is a process by which we can send messages, ideas, information from one person to another. Mass communication, the mass communication at a time ഒരുപാട് ആൾക്കാരിലെ മെസ്സേജ് എത്തിക്കാം. Then radio, newspaper, magazines, televisions, etc. are the examples of mass communication. Clear?
Anybody have any doubt? Have you understood? ഒന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന്. അപ്പൊ this lesson is almost over. Your homework: tick the correct answer, fill in the blanks, write 4 examples of each of the following, write true or false, write short notes. Short notes വേണ്ട. Okay, A, B, C and D, these are your homework. Tick the correct answer, fill in the blanks, write 4 examples of each of the following, true or false, these are your homework. Clear? മനസ്സിലായോ? ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്. നമ്മള് ആദ്യം ലീവ് ചെയ്ത് കയറിയതല്ലേ, അതുകൊണ്ട് ടൈം കുറച്ച് നമുക്ക് പോയി. ഈ ടൈം കൂട്ടാൻ പറ്റില്ല, അടുത്ത ക്ലാസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ക്ലാസ് കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഒരു 5 മിനിറ്റ് പോയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ. Don't forget the domestic and international. What is the meaning of domestic? What is the meaning of international? Difference between international and domestic. Don't forget it. Okay.